പ്രിയമുള്ളവരെ, ഏവർക്കും എൻ്റെ ആത്മനമസ്തേ. ഇന്ന് നമുക്ക് നമ്മുടെ ഭൗതിക സാഹചര്യങ്ങളെ മാറ്റാതെ തന്നെ എങ്ങനെ സന്തോഷകരമായിട്ട് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നൊന്ന് നോക്കാം. കാരണം പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് എനിക്ക് അതില്ല, ഇതില്ല, അല്ലെങ്കിൽ നല്ല വീടില്ല, കാറില്ല, അല്ല മറ്റുള്ളവരെ പോലെയുള്ള അധികമായിട്ടുള്ള സൗകര്യങ്ങളൊന്നുമില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ജീവിതം സന്തോഷകരമാക്കി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല എന്നുള്ള രീതിയിലാണ്. പലപ്പോഴും ഈ ഭൗതികമായ വസ്തുക്കളും അല്ലെങ്കിൽ അങ്ങനെയുള്ള ബന്ധങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളോ അല്ലെ വീടോ കാറോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമല്ല സത്യത്തിൽ നമുക്ക് സന്തോഷം നൽകുന്നത്. യഥാർത്ഥത്തിൽ നമുക്ക് സന്തോഷം നൽകുന്നത് നമ്മളുടെ സ്വഭാവ വിശേഷത തന്നെയാണ്. അപ്പോൾ നമുക്കിവിടെ എങ്ങനെ ഈ ഭൗതിക സാഹചര്യങ്ങളിലൊക്കെ മാറ്റം വരുത്താതെ തന്നെ, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള സാഹചര്യങ്ങളിൽ നിലനിന്നുകൊണ്ട് തന്നെ എങ്ങനെ നമുക്ക് സന്തോഷകരമായിട്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കാം എന്നുള്ളത് ഒന്ന് നോക്കാം. കാരണം അഷ്ടാംഗ യോഗത്തിൽ ഏതാണ്ട് 3000 മേൽ വർഷങ്ങൾക്ക് മുമ്പ് പതഞ്ജലി മഹർഷി നമുക്ക് അഷ്ടാംഗ യോഗത്തെ നൽകുന്ന സമയത്ത് അന്ന് അദ്ദേഹം പറയുന്നുണ്ട്, അന്ന് അദ്ദേഹത്തിൻ്റെ 2ാമത്തെ സൂക്തത്തിൽ, യമം നിയമം എന്ന് പറയുന്ന 2ാമത്തെ സൂക്തത്തിൽ ഒരു വ്യക്തി എങ്ങനെ സന്തോഷകരമായി ഇരിക്കാൻ സാധിക്കും എന്നുള്ളതിനെപ്പറ്റി പറയുന്നുണ്ട്. അതായത് ശൗചര്യം, സന്തോഷം എന്ന് തന്നെയാണ് അദ്ദേഹം അതിനെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അന്ന് അദ്ദേഹം പറയുന്നുണ്ട്, ഈ ഒരു യോഗവിദ്യ എത്ര കാലം കഴിഞ്ഞാലും മനുഷ്യർക്ക് ഇത് ഉപകാരപ്രദമായിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് സന്തോഷകരമായി ഇരിക്കാനായിട്ട് നമുക്ക് സാധിക്കാത്തതിൻ്റെ കാര്യം എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സന്തോഷം നമുക്ക് എവിടെയാണോ കളഞ്ഞു പോയത് അവിടെ നമ്മളതിനെ അന്വേഷിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത്. ഒരിക്കൽ സൂഫി വരിയായ റാബിയ അവരുടെ കളഞ്ഞുപോയ തയ്യൽ സൂചി അന്വേഷിച്ചുകൊണ്ട് അവരുടെ വീടിന് മുന്നിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൽ പോയ ആളുകൾ റാബിയോട് ചോദിച്ചു, എന്താണ് അന്വേഷിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എൻ്റെ തയ്യൽ സൂചി നഷ്ടപ്പെട്ടു പോയി, അതാണ് അന്വേഷിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അതുവഴി വന്ന ആളുകളും ആ അന്വേഷണത്തിൽ പങ്കെടുത്തു. ആ തയ്യൽ സൂചി തരാനായിട്ട് തുടങ്ങി. കുറേ നേരം തിരഞ്ഞിട്ടും സൂചി ലഭിച്ചില്ല. അപ്പോൾ റാബിയോട് ചോദിക്കും, എവിടെയാണ് റാബിയ ഈ സൂചി നഷ്ടപ്പെട്ടു പോയത് എന്ന്. അപ്പോൾ റാബിയ പറയും, സൂചി നഷ്ടപ്പെട്ടു പോയത് എൻ്റെ വീടിനുള്ളിലാണ്. അപ്പോൾ പിന്നെ എന്തിനാണ് നിങ്ങൾ ഇവിടെ ഇത് അന്വേഷിക്കുന്നത് എന്ന് ചോദിക്കും. അപ്പോൾ അവർ പറയും, ഇവിടെയാണ് പ്രകാശമുള്ളത്, അല്ലെങ്കിൽ ഇവിടെയാണ് വെളിച്ചമുള്ളത്, അതുകൊണ്ടാണ് ഞാനിവിടെ ഇത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയും. അപ്പോൾ ഈ പറഞ്ഞ പോലെയാണ് നമ്മളിൽ പലരും സന്തോഷത്തെ അന്വേഷിക്കുന്നത്. അതായത് അത് കളഞ്ഞു പോയ സ്ഥലത്തല്ല ഒരിക്കലും നമ്മൾ സന്തോഷത്തെ അന്വേഷിക്കുന്നത്, മറിച്ച് നമുക്ക് എവിടെയാണോ തരാൻ സാധ്യതയുള്ളത് അല്ലെങ്കിൽ സാഹചര്യമുള്ളത് അവിടെയാണ് നമ്മൾ സന്തോഷത്തെ അന്വേഷിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഭൗതിക സാഹചര്യങ്ങളെ മാറ്റാതെ തന്നെ ഇവിടെ സന്തോഷപരമായിട്ട് നിലനിൽക്കാനായിട്ട് സാധിക്കുന്നത്? അതിനു വേണ്ടിയിട്ട് ഒരു 3-4 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രം മതിയാകും. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമുക്ക് ലഭ്യമായിട്ടുള്ള കാര്യങ്ങളിൽ സംതൃപ്തി കണ്ടെത്തുക എന്നുള്ളതാണ്. അതായത് സന്തോഷത്തിൻ്റെ അടിസ്ഥാനം എപ്പോഴും സംതൃപ്തമായ മനസ്സാണ്. നമ്മുടെ മനസ്സ് സംതൃപ്തമല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും സന്തോഷം ഉണ്ടാവുകയില്ല. അപ്പോൾ നമുക്ക് എന്തെല്ലാം ഭൗതിക ചുറ്റുപാടുകൾ ഉണ്ടായാലും, എന്തെല്ലാം നല്ല ബന്ധങ്ങളുണ്ടായാലും, അല്ലെങ്കിൽ എത്ര വലിയ ആഡംബരമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളുണ്ടായാലും നമ്മുടെ മനസ്സ് സംതൃപ്തമല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും സന്തോഷിക്കാനായിട്ട് കഴിയുകയില്ല. അതുകൊണ്ടാണ് മഹാനായ ശ്രീബുദ്ധൻ പോലും പറഞ്ഞിട്ടുള്ളത്, ആസക്തികളെ ഒഴിവാക്കുക, അല്ലെങ്കിൽ ആഗ്രഹങ്ങളെ ഒഴിവാക്കി നിർത്തുക എന്ന് പറയുന്നത്. ഇപ്പോൾ ആഗ്രഹങ്ങളെ എല്ലാം ഒഴിവാക്കി നിർത്തുക എന്ന് പറയുന്നത് നമുക്ക് സാധിക്കില്ല. പക്ഷേ നമുക്ക് അത്യാർത്ഥികളെ അല്ലെങ്കിൽ അത്യാഗ്രഹങ്ങളെ നമുക്ക് ഒഴിവാക്കി നിർത്താനായിട്ട് നമുക്ക് സാധിക്കും. നമുക്ക് അതില്ല, ഇതില്ല, അല്ലെങ്കിൽ എനിക്ക് മറ്റുള്ളവർക്ക് അതുണ്ട്, ഇത് വലിയ വീടുണ്ട്, വലിയ കാറുണ്ട്, അല്ലെങ്കിൽ അതൊന്നും എനിക്കില്ല എന്ന് ചിന്തിക്കുന്നതിന് പകരം എനിക്ക് ഇന്ന കാര്യങ്ങളെല്ലാം എന്നിലുണ്ട്, അല്ലെങ്കിൽ എന്നോടൊപ്പം ഇന്ന സാഹചര്യങ്ങളെല്ലാം ഉണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് ജീവിക്കാനായിട്ട്, അല്ലെങ്കിൽ എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള സാഹചര്യങ്ങൾ എനിക്ക് ലഭ്യമാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ലഭ്യമായ കാര്യങ്ങളിൽ നമുക്ക് സംതൃപ്തി കണ്ടെത്താനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രാഥമികമായ കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ സംതൃപ്തമായ ഒരു മനസ്സിന് ഉടമകളാകുമ്പോൾ മാത്രമേ ഒരു വ്യക്തിയിൽ സന്തോഷം ഉണ്ടാവുകയുള്ളൂ. അതായത് സന്തോഷം എന്ന് പറയുന്നത് നമ്മളിൽ ആയിത്തീരേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ആയിത്തീരണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമുക്ക് ലഭ്യമായ കാര്യങ്ങളെ നിരീക്ഷിക്കുകയും ആ ലഭ്യമായ സാഹചര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താനായിട്ട് സാധിക്കുകയും ചെയ്യണം. അപ്പോൾ നമ്മളെല്ലാം ചിന്തിക്കുന്നത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ആവശ്യമാണ് ജീവിച്ചു പോകാൻ എന്നുള്ളതാണ്. അതായത് അത് എപ്പോഴും നമ്മൾ മറ്റുള്ളവരെ വെച്ച് നമ്മളെ കമ്പയർ ചെയ്യുന്നത് കൊണ്ടാണ്. കാരണം മറ്റൊരാൾക്ക് വലിയ ധനാത്മകതയുണ്ട്, സമ്പത്തുണ്ട്, അപ്പോൾ അവർക്ക് വലിയ ജീവിത സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ അതൊന്നും ഇല്ലാതെ സന്തോഷകരമായിട്ട് ഇരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് നമ്മൾ അടിസ്ഥാനപരമായിട്ട് കരുതുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് സന്തോഷകരമായി ഇരിക്കാൻ ആവശ്യമുള്ള കാര്യങ്ങൾ എന്തെല്ലാമാണെന്നൊന്ന് നോക്കിയിട്ട് അത്രയും കാര്യങ്ങളും ഉള്ള ഒരാളുടെ അടുത്ത് പോയി നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കുക, അവരും സന്തോഷകരമായിട്ടാണോ ജീവിക്കുന്നത് എന്നുള്ളത്. ഒരിക്കലും ആ ഭൗതികമായ സാഹചര്യങ്ങൾ ഉള്ളതുകൊണ്ട് അവർ സന്തോഷകരമായിട്ടായിരിക്കില്ല ജീവിക്കുന്നത്. അവരും ഈ സാഹചര്യങ്ങളെ സംരക്ഷിക്കാനായിട്ടും കൂടുതൽ കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ടും ഉള്ള ഓട്ടത്തിലായിരിക്കും.
അപ്പോൾ എത്ര ഭൗതികമായ സാഹചര്യങ്ങൾ ഉണ്ടായാലും സന്തോഷം എന്നത് നമുക്കുണ്ടാകണമെന്ന് ഒരു നിർബന്ധവുമില്ല. അപ്പോൾ സന്തോഷം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള കാര്യങ്ങളെ തിരിച്ചറിയുകയും നമുക്ക് ലഭ്യമായിട്ടുള്ള സാഹചര്യങ്ങളെ തിരിച്ചറിയുകയും ലഭ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഈ പ്രകൃതി നമുക്ക് വേണ്ടി നൽകിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കണ്ണു തുറന്ന് നോക്കിക്കൊണ്ട് അതിനെ മനസ്സിലാക്കിക്കൊണ്ട് ആ കാര്യങ്ങളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുകയും നമുക്ക് ഇനിയിപ്പോൾ നല്ലതാണ്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും രോഗങ്ങളുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ദുരിതങ്ങളുണ്ട്, അങ്ങനെയുള്ള എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അതിനെയെല്ലാം നമ്മൾ വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് ഈ പ്രകൃതി നമുക്ക് നൽകുന്ന അല്ലെങ്കിൽ ഈ പ്രപഞ്ചം നമുക്ക് നൽകിയിരിക്കുന്ന നന്മകളുടെ ഭാഗമായിട്ട് അതിനെല്ലാം കണക്ക് കൂട്ടിക്കൊണ്ട് അതിൽ സന്തോഷം കണ്ടെത്താനായിട്ട്, സംതൃപ്തി കണ്ടെത്താനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രാഥമികമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. ഒരുപാട് കാര്യങ്ങളുടെ ആധിക്യം കൊണ്ടൊന്നും നമുക്ക് സന്തോഷം ഉണ്ടാകാനായിട്ട് പോകുന്നില്ല. അപ്പോൾ ഉള്ള കാര്യങ്ങളിൽ സംതൃപ്തി കണ്ടെത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് സന്തോഷം എന്നത് നമ്മുടെ ഒരു ഭാവമായി മാറ്റുവാനായിട്ട് നമുക്ക് സാധിക്കും. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരിക്കലും നമ്മളെ കമ്പയർ ചെയ്യാതിരിക്കുക, മറ്റുള്ളവരുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ പലപ്പോഴും മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ടാണ് ജീവിക്കുന്നത്. ഇപ്പം നമ്മുടെ അയൽവക്കത്തുള്ള ആളുകളായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളായിട്ടോ അല്ലെങ്കിൽ വലിയ വലിയ ധനാഢ്യന്മാരും ഒക്കെ ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യാറുണ്ട്. നമ്മൾ സന്തോഷം നശിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഈ കമ്പാരിസൺ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നമ്മളെപ്പോലെ ഒരാൾ ഇതിനു മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇനി നമ്മളെപ്പോലെ ഒരാൾ ഇവിടെ ഉണ്ടാകാനും പോകുന്നില്ല. അപ്പോൾ നമ്മൾ തികച്ചും യുണീക്കായിട്ടുള്ള ഒരു സൃഷ്ടിയാണ് അല്ലെങ്കിൽ ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളല്ല മറ്റൊരാൾക്ക് ആവശ്യമായിട്ടുള്ളത്, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളല്ല നമുക്ക് ആവശ്യമായിട്ട് ഉള്ളത്. അപ്പോൾ നമുക്ക് സന്തോഷകരമായിട്ട് ജീവിക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ നമുക്ക് ചുറ്റിനും നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ മറ്റുള്ളവരുമായി ഒരു കാരണവശാലും നമ്മളെ കമ്പയർ ചെയ്ത് ആ ഒരു നിരാശയിൽ നമുക്ക് കഴിയേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ മറ്റുള്ളവർ ജീവിക്കുന്നത് അവരുടെ ജീവിതമാണ്, നമ്മൾ ജീവിക്കേണ്ടത് നമ്മുടെ ജീവിതമാണ്. അപ്പോൾ നമ്മുടെ ജീവിതം സന്തോഷകരമായി ജീവിക്കാനായിട്ട് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത്. അത് ഒരുപാട് കാര്യങ്ങളെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ സന്തോഷകരമായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ എന്ന് ആദ്യത്തെ പോയിന്റ് എപ്പോഴും ഓർത്ത് വെക്കുക. ഒരിക്കലും ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട്, ഒരുപാട് ഭൗതിക സാഹചര്യങ്ങൾ നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട്, ഒരുപാട് തിങ്സ് അല്ലെങ്കിൽ ഒരുപാട് ബന്ധങ്ങൾ ഒക്കെ നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് സന്തോഷം ഉണ്ടാവില്ല. സന്തോഷം എന്നത് നമ്മുടെ സംസ്കാരമാക്കി മാറ്റുക എന്നുള്ളതാണ് ഇവിടെ ആത്യന്തികമായിട്ട് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, നമുക്കൊരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ആ പ്രശ്നത്തെപ്പറ്റി മാത്രം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കാതെ ആ പ്രശ്നത്തിൻ്റെ പരിഹാരത്തിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുക എന്നുള്ളത്. നമ്മളിൽ പലരും നമുക്കൊരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ഇപ്പം നമുക്കൊരു നഷ്ടമുണ്ടാകുന്നു, അല്ലെങ്കിൽ നമുക്കൊരു ബാധ്യത ഉണ്ടാകുന്നു, ഒരു കട ബാധ്യത ഉണ്ടാകുന്നു, അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് പരാജയപ്പെട്ടു പോകുന്നു, അല്ലെങ്കിൽ നമ്മുടെ നല്ലൊരു റിലേഷൻഷിപ്പ് ഇല്ലാണ്ടായി പോകുന്നു. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ പലരും ചെയ്യുന്ന കാര്യമെന്ന് പറയുന്നത് ആ പ്രശ്നത്തിൻ്റെ ആധിക്യത്തിലേക്ക്, അത് എത്രമാത്രം വലുതാണ് പ്രശ്നം, എന്തുകൊണ്ടാണ് ആ പ്രശ്നം ഉണ്ടായത്, ആ പ്രശ്നം എന്നെ എത്രമാത്രം, ആ പ്രശ്നത്തിൽ നിന്ന് എനിക്ക് ഒരിക്കലും മോചനമില്ല എന്നൊക്കെ പറഞ്ഞ് ആ പ്രശ്നത്തിന് അഡിക്റ്റായി പോവുകയാണ് പലരും ചെയ്യുന്നത്. എന്നാൽ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആ പ്രശ്നത്തിൻ്റെ പരിഹാരം എന്താണ് എന്നുള്ളതിലേക്ക് ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് പ്രശ്നം ഉണ്ടാകാത്ത ഒരു മനുഷ്യരുമില്ല ഈ ലോകത്തിൽ. എല്ലാ മനുഷ്യർക്കും പ്രശ്നമുണ്ട്, എല്ലാ ജീവിതത്തിലും പ്രശ്നമുണ്ട്. പ്രശ്നം എന്നത് ഒരു സാധ്യതയാണ്. അതായത് അടുത്ത ഒരു ചുവട് വയ്ക്കുന്നതിന്, അടുത്ത ഒരു വിജയത്തിലേക്ക് ചുവട് വെക്കുന്നതിനുള്ള ഒരു സാധ്യതയായിട്ട് മാത്രം പ്രശ്നത്തെ കരുതുക. അങ്ങനെ പ്രശ്നത്തെ കരുതുകയും ആ പ്രശ്നത്തിൻ്റെ സോൾവ് ചെയ്യാനുള്ള കാര്യം എന്താണ് എന്നുള്ളതിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ജീവിതത്തിൽ പലരും പരാജയപ്പെട്ടു പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പ്രശ്നത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നതുകൊണ്ടാണ്. എന്നാൽ അതിൻ്റെ പരിഹാരത്തിലേക്ക് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പ്രശ്നത്തെ ഏത് വിധേനയും ദൂരീകരിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടായിരിക്കില്ല. പരിഹാരമുള്ള പ്രശ്നങ്ങളും പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളും ഉണ്ട്. അപ്പോൾ പരിഹാരമുള്ള പ്രശ്നങ്ങളാണെങ്കിൽ നമ്മൾ ആ പരിഹാരത്തിനുള്ള മാർഗം കണ്ടെത്തുകയും ആ പ്രശ്നത്തെ അങ്ങനെ പരിഹരിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുക. ഇനി പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളാണെങ്കിൽ അതിനെ വിട്ടുകളയുക, അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണെന്ന് കരുതുക. അതിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കാനുണ്ടെങ്കിൽ പഠിക്കുക, അതിനുശേഷം ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ മരണമടഞ്ഞു. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അവിടെ നമുക്ക് ആ ഒരു പ്രശ്നത്തിന് മറ്റ് പരിഹാരങ്ങളൊന്നുമില്ല. ആ പ്രശ്നത്തെ ഉൾക്കൊള്ളുക, നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറ്റുക എന്നുള്ളത് മാത്രമേ അവിടെ നമുക്ക് ചെയ്യുവാനായിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ, പ്രശ്നത്തിന് പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളെ വിട്ടുകളയുകയും അതിൽ നിന്ന് ജീവിതത്തെ മുന്നോട്ട് നയിക്കാനുള്ള മാർഗ്ഗങ്ങൾ തേടുകയും ചെയ്യുക. ഇനി പ്രശ്നത്തിന് പരിഹാരമുള്ള പ്രശ്നങ്ങളാണെങ്കിൽ ആ പരിഹാരം കണ്ടെത്തി ആ പ്രശ്നത്തെ അപ്പോൾ തന്നെ പരിഹരിച്ച് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അല്ലാതെ ആ പ്രശ്നത്തിൽ കുടുങ്ങിക്കിടന്ന് ജീവിതത്തിൻ്റെ സന്തോഷത്തെ നശിപ്പിച്ച് കളഞ്ഞതുകൊണ്ട് നമുക്ക് ഒന്നും തന്നെ നേടാനായിട്ടില്ല. കാരണം നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ജീവിതം എന്ന് പറയുന്നത് അത്രയധികം മനോഹരമാണ്, മഹത്തരമാണ്. ആ ഒരു ജീവിതത്തെ, അതിൻ്റെ ആ മനോഹാരിതയെ മനസ്സിലാക്കി, അതിൻ്റെ ആ മഹത്വത്തെ മനസ്സിലാക്കി
സന്തോഷകരമായിട്ട് ഓരോ നിമിഷത്തിലും വെക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞുപോയ കാലങ്ങളിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളെയൊക്കെ വിട്ട് കളഞ്ഞുകൊണ്ട്, അല്ലെ അതിൻ്റെ കുറ്റബോധത്തിലും നിരാശയിലും ഒക്കെ ജീവിക്കാതെ, ഇനി വരാനിരിക്കുന്ന കാര്യങ്ങളിൽ അങ്ങനെ സംഭവിക്കുമോ ഇങ്ങനെ സംഭവിക്കുമോ എന്നുള്ള ആൻസൈറ്റിയും ഒക്കെ ആയിട്ട് ജീവിക്കാതെ, നമുക്ക് ഇന്ന് ഇവിടെ ഇപ്പോൾ ഈ പ്രസൻറ്റിൽ ജീവിക്കുക എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ ഈ പ്രസൻറ്റിൽ ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ലഭ്യമായിട്ടുള്ള കാര്യങ്ങളിൽ സംതൃപ്തരാകുവാനായിട്ടും അങ്ങനെ ആ സംതൃപ്തിയെ കണ്ടെത്തിക്കൊണ്ട് സന്തോഷകരമായ ഒരു മനസ്സിന് ഉടമകളായി തീരുവാനായിട്ടും നമുക്ക് സാധിക്കും. അപ്പോൾ അങ്ങനെ നമുക്കിവിടെ നിലനിൽക്കാനായിട്ട് ഈ പ്രകൃതി അല്ലെ ഈ പ്രപഞ്ചം നമുക്ക് ലഭ്യമാക്കിയിട്ടുള്ള കാര്യങ്ങളെ വിശകലനം ചെയ്യുകയും അല്ലെ അതിലേക്ക് കണ്ണു തുറന്ന് നോക്കുകയും ആ കാര്യങ്ങളിൽ സംതൃപ്തി കണ്ടെത്തുകയും അങ്ങനെ സംതൃപ്തമായ ഒരു മനസ്സോടെ സന്തോഷകരമായ ഒരു ജീവിതം കെട്ടിപ്പടുത്തുകൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം യാഷ. Yasha Living, synchronizing the art, tactics and spirituality.